ഏവർക്കും ദേവദാരുവിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വഴിപാടുകളൊക്കെ നടത്തുന്നവരാണ്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മുടെ അസുഖമോ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ മാറാനും ഒക്കെ നമ്മൾ വഴിപാടുകൾ നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തികളുടെ തിരുമുമ്പിൽ നമ്മൾ കഴിവിനൊത്ത വിധം സമർപ്പിക്കുന്നു. അതിനാണ് പറയുന്നത് വഴിപാട് എന്ന്. ഭക്തരെ ക്ഷേത്രപൂജയുടെ ഭാഗമാക്കുകയാണ് വഴിപാടിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ. പൂർണ്ണമായ സമർപ്പണത്തോടെയുള്ള ആരാധന എന്ന് വേണം വഴിപാടിനെ കണക്കാക്കുവാനായിട്ട്. ആരാധനാമൂർത്തിയിൽ തികഞ്ഞ വിശ്വാസത്തോടെയും ഏകാഗ്രതയോടെയും ത്യാഗ മനോഭാവത്തോടെയും ഭക്തിയോടെയും നിരന്തരമായ പ്രാർത്ഥനയോടെ നടത്തുന്ന വഴിപാടിന് അനുകൂല ഫലം ഉറപ്പാണ്. ക്ഷേത്രങ്ങളിൽ പൊതുവെ നടത്തുന്ന വഴിപാടുകൾ 8 തരമാണ് ഉള്ളത്. പുഷ്പാഞ്ജലി, അഭിഷേകം, ചന്ദന, മുഴുകാപ്പ് ചാർത്ത്, നിവേദ്യം, വിളക്ക്, തുലാഭാരം, പട്ട്, ഹാരം, സമർപ്പണ ഹോമം എന്നിവയാണ്. ഈ പുഷ്പാഞ്ജലി എന്തിനാണ് പ്രധാനമായിട്ടും നമ്മൾ നടത്തുന്നത്? ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നടത്തുന്ന ഒരു വഴിപാടാണല്ലോ പുഷ്പാഞ്ജലി. അർച്ചന എന്നും ഇതിനെ പറയും. നമ്മുടെ ഇഷ്ടമൂർത്തിക്ക് പൂക്കൾ അർപ്പിച്ച് നടത്തുന്ന ഈ വഴിപാട് പലതരത്തിലുണ്ട്. 102 മന്ത്രങ്ങൾ ജപിച്ചുള്ള അഷ്ടോത്തര സതനാമാർച്ചനയും 300 മൂർത്തി മന്ത്രങ്ങൾ ജപിച്ച് സമർപ്പിക്കുന്ന ത്രിശതി, 400 മന്ത്രങ്ങൾ ജപിച്ച് സമർപ്പിക്കുന്ന ചതുശതി, 1000 നാമങ്ങൾ ചൊല്ലി അവിടെ നടത്തുന്ന ആ സഹസ്രനാമം എന്നിവ വളരെ പ്രസിദ്ധമായ പുഷ്പാഞ്ജലികളിൽ പെടുന്നു. ഇനി വേദമന്ത്രം ജപിച്ച് സമർപ്പിക്കുന്നതാണ് സൂക്താർച്ചന. ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം, ഐക്യമത്യ സൂക്തം, കുമാരസൂക്തം തുടങ്ങിയവ വേദമന്ത്രങ്ങൾ ജപിക്കുന്ന അർച്ചനകളിൽ പെടുന്നു. ഇനി അഭിഷേകം എന്താണെന്ന് നോക്കാം. കടുശർക്കര, ദാരുബിംബങ്ങൾ ഒഴികെയുള്ള വിഗ്രഹങ്ങളിൽ നടത്തുന്നതാണ് അഭിഷേകം. ജലം, പാൽ, നെയ്യ്, എണ്ണ, ഇളനീര്, പനിനീര്, പഞ്ചാമൃതം, ഭസ്മം, കളഭം, പുഷ്പം, തേൻ, പഞ്ചഗവ്യം എന്നിവ കൊണ്ടെല്ലാം ദേവീദേവന്മാർക്ക് അഭിഷേകം ക്ഷേത്രങ്ങളിൽ നടത്തുന്നു. ഇനി കളഭം ചാർത്തൽ. ദേവബിംബം പൂർണ്ണമായോ മുഖം മാത്രമോ ആയോ ചന്ദനം ചാർത്തുന്നതിനാണ് കളഭം ചാർത്തൽ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ദേവീക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ കളഭം ചാർത്തൽ നടത്തുന്നു. ഇനി അടുത്തത് ഹോമമാണ്. ഈ ഹോമം എന്നാൽ ഇഷ്ടദേവതയ്ക്ക് ആഗ്രഹ സാഫല്യത്തിന് സമർപ്പിക്കുന്ന വഴിപാടാണ് ഹോമം എന്ന് പറയുന്നത്. വിഘ്ന നിവാരണത്തിനായിട്ട് നമ്മൾ ഗണപതി ഹോമവും, മൃത്യുദോഷം മാറാൻ നമ്മൾ മൃത്യുഞ്ജയ ഹോമവും, രോഗമുക്തിക്ക് സുദർശന ഹോമവും, ഇഷ്ടകാര്യസിദ്ധിക്ക് ഭഗവതി സേവയും നമ്മൾ നടത്തുന്നതിൽ പെടുന്നു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയവ ഈ കൂട്ടത്തിലൊക്കെ നമുക്ക് നടത്താം. ഇനി 5-മത്തേത് വിളക്ക് സമർപ്പണമാണ്. അതെന്താണെന്ന് നോക്കാം. നെയ്യ്, എള്ളെണ്ണ, വെളിച്ചെണ്ണ തുടങ്ങിയവ സമർപ്പിക്കുന്നതിനാണ് വിളക്ക് സമർപ്പണമെന്ന് പറയുന്നത്. ഈ ശ്രീകോവിലിനകത്തും പുറത്തും വിളക്കിന് എണ്ണ സമർപ്പിക്കാറുണ്ട്. ശ്രീകോവിലിൽ നെയ്വിളക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. പിൻവിളക്ക് ശിവക്ഷേത്രത്തിലും ദേവീ സങ്കല്പത്തിൽ സമർപ്പിക്കുന്ന വഴിപാടാണ്. നീരാജനം, നാളികേര മുറിയിൽ എള്ള കിഴി കെട്ടി നമ്മൾ ശാസ്താവിനും ശിവനും ഹനുമാനും ശനീശ്വരനും ഒക്കെ സമർപ്പിക്കുന്ന മറ്റൊരു വഴിപാടാണ്. അതുപോലെ തന്നെ ഹാരം, പട്ട് സമർപ്പണം. അതെന്താണെന്ന് നോക്കാം. ഓരോ മൂർത്തികൾക്കും ഇഷ്ടമുള്ള വിവിധ സാമഗ്രികൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിനാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത്. ഗണപതി ക്ഷേത്രങ്ങളിലെ പ്രധാന സമർപ്പണമാണ് നാളികേരം. ദേവിക്കും മുരുകനും പ്രധാനപ്പെട്ടത് പട്ട് സമർപ്പണമാണെങ്കിൽ തൃക്കൈവെണ്ണ ഹനുമാൻ സ്വാമിക്കും ശ്രീകൃഷ്ണന് മറ്റു വിശേഷമാണ്. തെറ്റി, കൂവളം, തുളസി, അരളി തുടങ്ങിയവയുടെ മാലകൾ ഓരോരോ ദേവതകൾക്കും സമർപ്പിക്കുന്ന വഴിപാടുകളാണ്. അതുപോലെ തന്നെ അടുത്തത് തുലാഭാരമാണ്. വിവിധ സാധനങ്ങൾ കൊണ്ട് ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കുന്ന തുലാഭാരമാണ് മറ്റു പ്രസിദ്ധമായ വഴിപാടെന്ന് പറയാവുന്നത്. ഓരോ മൂർത്തികളുടെയും മുന്നിൽ സമർപ്പിക്കുന്ന തുലാഭാരത്തിന് ഓരോ സാധനങ്ങളാണ് നമ്മൾ നൽകുന്നത്. വാഴക്കുലയുണ്ട്, പഞ്ചസാരയുണ്ട്, ശർക്കരയുണ്ട്. എന്തിന് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ തുലാഭാരം നടത്തുന്നുണ്ട്. ഓരോ തുലാഭാരത്തിനും വ്യത്യസ്ത ഫലവുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നിവേദ്യം. പവിത്രമായ നിവേദ്യങ്ങൾ ഓരോ മൂർത്തി ഭേദമനുസരിച്ച് വഴിപാട് സമർപ്പിക്കുന്നതാണ്.
തിരുമധുരവും മലർ നിവേദ്യവും വെള്ളനിവേദ്യവും പാൽപ്പായസവും നെയ്പായസവും കൂട്ടുപായസവും കടുംപായസവും പഞ്ചാമൃതവും അപ്പം അരവണ അട മോദകം ലഡു അവിൽ തുടങ്ങിയ വിവിധ ഫലങ്ങളും പഴങ്ങളും ഒക്കെ നിവേദ്യമായി നമ്മൾ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കുന്നതാണ്. ഇനി അന്നദാനം, ആയില്യപൂജ, നൂറും പാലും തുടങ്ങിയ ഇനിയും ഓരോരോ വഴിപാടുകൾ വേറെയുമുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാവർക്കുമൊന്നും അറിയുന്ന ഒരു വഴിപാടുകളല്ല. ഇതിൻ്റെ ഫലങ്ങളും വെവ്വേറെയാണ്. ഫലമറിഞ്ഞ് വഴിപാടുകൾ നടത്തിയാൽ ഓരോ വിഷമത്തിനും അതനുസരിച്ച് പരിഹാരം ചെയ്താൽ അതിവേഗമാണ് നമുക്ക് ഫലസിദ്ധി ലഭിക്കുക. ഇനി ചില വഴിപാടുകളും അത് എന്തിനാണ് നമ്മൾ നടത്തുന്നത്, അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം. നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് വിഘ്ന നിവാരണത്തിനും, പുഷ്പാഞ്ജലി ആയുരാരോഗ്യ സൗഖ്യത്തിനും, രക്തപുഷ്പാഞ്ജലി ശത്രുദോഷമുക്തിക്കും, സ്വയംവര പുഷ്പാഞ്ജലി വിവാഹ തടസ്സം നീങ്ങാനും, സഹസ്രനാമ പുഷ്പാഞ്ജലി ഐശ്വര്യത്തിനും, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നമ്മൾ നടത്തുന്നത് ഭാഗ്യവും സമ്പൽ സമൃദ്ധിയും, ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി ഗ്രഹത്തിൽ ശാന്തിയും കലഹമോചനവും, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി ഇഷ്ടസന്താന ലബ്ധിക്കും, ആയുർ സൂക്ത പുഷ്പാഞ്ജലി ദീർഘായുസ്സിനും, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമാണെങ്കിൽ ശ്രീരുദ്ര പുഷ്പാഞ്ജലി, ശ്രീരുദ്ര സൂക്ത പുഷ്പാഞ്ജലി സർവാഭീഷ്ട സിദ്ധിക്കും ദാരിദ്ര്യമോചനത്തിനുമായി നടത്തുന്നു. അതുപോലെ തന്നെ സാരസ്വത പുഷ്പാഞ്ജലി വിദ്യാലാഭത്തിനും, വില്ലുപത്ര പുഷ്പാഞ്ജലി കൂവളത്തില കൊണ്ട് നടത്തുന്ന ഈ പുഷ്പാഞ്ജലി ശിവസായുജ്യത്തിനുമാണ് നടത്തുന്നത്. ഇനി പാലഭിഷേകം മനഃശാന്തിക്കും, ചന്ദനാഭിഷേകം ധനവർദ്ധനവിനും, പഞ്ചാമൃതാഭിഷേകം ദീർഘായുസിന്, ഇളനീരഭിഷേകം ഉയർന്ന പദവി സന്താന ഭാഗ്യത്തിനും, ഭസ്മാഭിഷേകം ത്രിവിധ ലോകങ്ങളിലും നന്മ ജ്ഞാനം വർദ്ധിക്കാനും, പഞ്ചഗവ്യ അഭിഷേകം പാവമോചനത്തിനും, തീർത്ഥാഭിഷേകം മനഃശുദ്ധിക്കും, തേനഭിഷേകം സ്വരമാതിരിക്കും, മഞ്ഞൾപ്പൊടി അഭിഷേകം വശീകരണത്തിനും, ശർക്കര അഭിഷേകം ശത്രുവിജയം നേടാനും, പച്ചകർപ്പൂരാഭിഷേകം ഭയമോചനത്തിനും, തൈരഭിഷേകം മാതൃഗുണത്തിനും, വലംപിരി ശംഖ അഭിഷേകം ഐശ്വര്യവും, കലശാഭിഷേകം ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും, നവാഭിഷേകം സമ്പൽ സമൃദ്ധിക്കും, നെയ്യഭിഷേകം സന്താനഭാഗ്യവും ഗൃഹ ഐശ്വര്യത്തിനും നടത്തുന്നു. അതുപോലെ പനിനീരഭിഷേകം സരസ്വതി കടാക്ഷത്തിന് പ്രസക്തിയാണ്. എണ്ണാഭിഷേകം ശരീര സൗഖ്യം നൽകും. ഗണപതിക്ക് മുഴുകാപ്പ ചാർത്തുന്നത് വിഘ്ന നിവാരണത്തിനും, വിളക്ക് വഴിപാട് ദുഃഖ നിവാരണത്തിനും, പിൻവിളക്ക് മംഗലസിദ്ധിക്കും ദാമ്പത്യ ഐക്യത്തിനും, നെയ്വിളക്ക് നേത്രരോഗശാന്തിക്കും, ചുറ്റുവിളക്ക് പാവമോചനം കീർത്തി മനഃശാന്തിക്കും, നാരങ്ങ വിളക്ക് വിവാഹഭാഗ്യവും രാഗദോഷ നിവാരണത്തിനും നടത്തുന്നു. അതുപോലെ നിറമാല ചാർത്തുന്നത് അഭീഷ്ട സിദ്ധിക്കാണ്. പഞ്ചസാര തുലാഭാരം നടത്തുന്നത് പ്രമേഹ രോഗ ശമനത്തിന്, കദളിപ്പഴ തുലാഭാരം രോഗമുക്തിക്ക്, ശർക്കര തുലാഭാരം ഉദരരോഗശമനം, ഉപ്പ് തുലാഭാരം ഐശ്വര്യം, കയറ് തുലാഭാരം ശ്വാസകോശ രോഗമുക്തിക്കും, വെള്ളം കൊണ്ടുള്ള തുലാഭാരം നീർരോഗശമനത്തിനും, പൂവൻ പഴം തുലാഭാരം വാതരോഗശമനത്തിനും, കുരുമുളക് തുലാഭാരം ഉഷ്ണരോഗശമനത്തിനും, ചേന കൊണ്ടുള്ള തുലാഭാരം ചർമ്മരോഗശമനത്തിനും, കറുകഹോമം രോഗശമനം ബാലാരിഷ്ടമുക്തിക്കും, മൃത്യുഞ്ജയ ഹോമം രോഗമുക്തി പാവമോചനം, തിലഹോമം പിതൃപ്രീതിക്കും, കാളിക ഹോമം ശത്രുദോഷ ശമനത്തിനും, സുദർശന ഹോമം രോഗശാന്തിക്കും, അഹോരഹോമം ആഭിചാരബാധ ശത്രുദോഷം എന്നിവയുടെ നിവാരണത്തിനും നടത്തുന്നു. ഇനി നമ്മൾ ആയില്യപൂജ നടത്തുന്നത് പ്രധാനമായും ത്വക് രോഗശമനത്തിനും സർപ്പപ്രീതിക്കും സർപ്പദോഷം നീങ്ങാനും വേണ്ടിയാണ്. ഉമാമഹേശ്വര പൂജ മംഗല്യ തടസ്സം ഒഴിവാക്കാനും, ലക്ഷ്മി നാരായണ പൂജ ദുരിത നിവാരണം ശത്രു നിവാരണത്തിനും, നൂറും പാലും രാഹുദോഷം സന്താന ലാഭത്തിനും രോഗശാന്തിക്കുമാണ്. ഭഗവതി സേവ നടത്തുന്നത് ദുരിത നിവാരണത്തിനും ആപത്തുകളിൽ നിന്നും മോചനത്തിനുമാണ്. ബ്രഹ്മരക്ഷസിൻ്റെ പൂജ നടത്തുന്നത് സ്ഥലദോഷം നാൽക്കാലി രക്ഷയ്ക്കും, നിത്യപൂജ സർവ്വവിധ ഐശ്വര്യത്തിനും, ഉദയാസ്തമന പൂജ ദീർഘായുസ് ശത്രുദോഷ നിവാരണം സർവൈശ്വര്യത്തിനും, ഉഷപൂജ രോഗശാന്തി ഗ്രഹദിവ്യ ലാഭം മനസ്സമാധാനത്തിനും, അത്താഴപൂജ നമ്മൾ നടത്തുന്നത് ആയുരാരോഗ്യ സൗഖ്യത്തിനും, നീരാഞ്ജനം ശനിദോഷ നിവാരണത്തിനും, രോഗമുക്തിക്കും മനഃശാന്തിക്കുമാണ്. അതുപോലെ ഗണപതിക്ക് അപ്പം സമർപ്പിക്കുന്നത് വിഘ്ന നിവാരണത്തിനും, വിദ്യാഗുണത്തിനും, ആരോഗ്യ ദൃഢതയ്ക്കുമായിട്ടാണ്. കദളിപ്പഴം നിവേദ്യം വിദ്യാലാഭത്തിന്, വെണ്ണ നിവേദ്യം ദാരിദ്ര്യമോചനത്തിന്, വെള്ള നിവേദ്യം ദാരിദ്ര്യമോചനത്തിന്, അവിൽ നിവേദ്യവും ദാരിദ്ര്യമോചനത്തിനായി നടത്തുന്നു.
പഞ്ചാമൃതം ആഗ്രഹ സാഫല്യത്തിനും, ചന്ദനച്ചാർത്ത് ഉഷ്ണചർമ്മ രോഗശമനത്തിനും, ദേവിക്ക് മുഴുകാപ്പ് ദീർഘായുസ്സിനും, ശിവന് മുഴുകാപ്പ് രോഗശാന്തിക്കും ദീർഘായുസ്സിനും, കാവടിയാട്ടം ഐശ്വര്യലബ്ധിക്കും, മുട്ടുറുക്കൽ തടസ്സമോചനത്തിനും, താലി സമർപ്പണം മംഗല്യഭാഗ്യത്തിനും, വെടിവഴിപാട് കാര്യസാധ്യത്തിനും, പായസം വഴിപാട് ധനധാന്യ ഐശ്വര്യവർദ്ധനവിനും ആണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഫലം അറിഞ്ഞ് നമ്മൾ വഴിപാട് നടത്തിയാൽ തന്നെ വേഗം അതിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ക്ഷിപ്രഫലമായിട്ട് എന്ന് തന്നെ പറയാം. വേഗം തന്നെ നമുക്കതിൻ്റെ ഗുണം കിട്ടും. ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. വഴിപാടുകൾക്ക് അനുഗ്രഹം ഉറപ്പാണ്. പെട്ടെന്ന് ഫലം കിട്ടാനായിട്ട് അതിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ ഓരോ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അഭിഷേകം അല്ലെങ്കിൽ ഹോമം നടത്തുന്നത് അതെന്തിനു വേണ്ടിയാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെയധികം ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ അധ്യായത്തിൽ വരും വരെ നന്ദി, നമസ്കാരം.